ഇന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ പെണ്ണ് കാണലാണ് ഗൈസ്. പെണ്ണ് കാണലാണ്. നമ്മളൊന്ന് 2 മണിയാകുമ്പോഴത്തേനെ പോകുമെന്നാണ് നമ്മുടെ ഒരു 2 മണി കഴിഞ്ഞില്ല. അപ്പം ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. ഞാൻ കുളിക്കണം. എൻ്റെ പെണ്ണ് കാണലല്ല, എനിക്ക് പെണ്ണ് കാണലും ഇല്ല, അവൻ്റെ പെണ്ണ് കാണലാണ് ഗൈസ്. അവൻ പെണ്ണിനെയൊക്കെ കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. 10 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ലവ് മാരേജ് ആണ്. അപ്പോൾ നമുക്ക് പെണ്ണ് കാണാൻ പോകുന്ന പന്നച്ചെറുക്കനെ കാണാം ഗൈസ്. ഇതാണ് പന്നച്ചെറുക്കൻ പിരിയൊക്കെ ത്രെഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പെണ്ണൻ താടിയൊക്കെ വടിച്ച് താഴത്തെയൊക്കെ കാണിച്ചു കൊടുക്ക. കണ്ടോ, ഇതിനകത്ത് W ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ മുട്ട പോലെ ഇരിക്കുന്നതുകൊണ്ട് അത് മൊത്തം കാണത്തില്ല ഗൈസ്. ഇത് ഉറ്റ സുഹൃത്താണ്, ഉണ്ണിക്കുട്ടൻ്റെ ഉറ്റ സുഹൃത്താണ്. അനീഷേട്ടന് ഒരേ ഒരു കൂട്ടുകാരനേ ഉള്ളൂ. പെണ്ണുകാണലിന് മുന്നേ ഇവർ രണ്ടിനും കഥ അടച്ചിരിക്കുവായിരുന്നു ഗൈസ്. അപ്പൊ പെണ്ണുകാണലിന് മുന്നേ സങ്കടം, അവൻ കെട്ടാൻ പോകുന്നതിന്റെ സങ്കടത്തില് എതിർക്കാൻ വേണ്ടി വന്നതാണെന്നോ ഗൈസ്. ഇവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വന്നായിരുന്നു തോന്നുന്നു. കാര്യത്തിലൊക്കെ തൊടല് പോലെ സ്വർണ്ണമാലയൊക്കെ ഉണ്ട്. പൈസക്കാരാണ് ഗൈസ്. ഫാൻസ് മെസ്സേജ്. ഇപ്പം ഇവന് പെണ്ണുകാരനായി കഴിഞ്ഞപ്പോ ചേട്ടന് സങ്കടം, ചേട്ടന് പെണ്ണിലെ കാര്യം. അപ്പം പെണ്ണുണ്ട് ഗൈസ്. പെണ്ണ് തേച്ചിട്ട് പോയി ഗൈസ്. അപ്പം ഇവര് രണ്ടുപേരും ഒരുമിച്ച് തുടങ്ങിയതായിരുന്നു ആ റിലേഷൻ. പക്ഷെ ഇവന്റെ സക്സസ് ആയി. ഇത് +2 എന്നാ ഡിഗ്രിയില്. പക്ഷെ ഒരുമിച്ച് പഠിച്ചവര് തന്നെ ആയിരുന്നു ഗൈസ്. പക്ഷെ ഇവരുടെ സക്സസ് ആയി ഗൈസ്. ഇവരുടെ പൊട്ടിപ്പോയി ഇട്ടിട്ട് പോയി ഗൈസ്. അപ്പം താഴെ ആ ചേച്ചി കാണുവാണെങ്കിൽ താഴെ മെൻഷൻ ചെയ്യൂ കേട്ടോ, കമന്റ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്താണ് 2 വാക്ക് അനീഷേട്ടാ പെണ്ണ് കാണാനെ പറ്റി? അപ്പൊ താഴെ അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്നത് താഴെ കമന്റ് ചെയ്യുക. ഇത് ഉണ്ണിക്കുട്ടൻ മൂക്കിലൊരു കുരു. അതിൽ ചേച്ചി നോട്ടഡ്. ഓക്കെ, അപ്പം നമുക്ക് പെണ്ണ് കാണലിൻ്റെ ബാക്കി ഒരുക്കങ്ങളിലേക്ക് പോയിട്ട് വരാം. മീറ്റ് മിസ്റ്റർ ജ്യോതിപിയർ. ചെറുക്കൻ്റെ അമ്മ ഒരുക്കത്തിലാണ് ഗൈസ്. സാരിയൊക്കെ തേക്കുവാണ്. അവൻ്റെ പെണ്ണ് കാണലാണ്. നിങ്ങളുടെ പെണ്ണ് കാണലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതിന് ശേഷമാണ് ഞങ്ങളുണ്ടായത്. എന്നിട്ട് പെണ്ണ് കാണലിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സാരി ഉടുക്കുകയാണ്. ദേവിയാകാൻ പോവാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കും ഒരുങ്ങാം ഗൈസ്. പോയി കുളിച്ചിട്ട് റെഡിയാകാം. ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് വരാം. അപ്പൻ്റെ ആട്ടം കാണേണ്ടി വരുന്നു. കണ്ട അച്ഛൻ്റെ ശരിക്കുള്ള മുഖത്തിനെ പറ്റി പറയുന്ന കേട്ടോ അമ്മ. അപ്പം അമ്മ പ്ലീറ്റൊക്കെ എടുക്കുന്നു. എനിക്കിടാൻ ഡ്രസ്സില്ല ഗൈസ്. നമ്മള് ഇന്നലെയാണോ മിനിഞ്ഞാന്നോ ഇന്നലെയോ ഷൂട്ടിങ്ങിന് പോയപ്പോൾ വെയിലൊക്കെ കുറേ കൊണ്ടല്ലേ, കരിവാളിപ്പ മാറാനായിട്ട് പുട്ടുപൊടിയാണ് ഗൈസ്. പുട്ടുപൊടി ഇട്ട് വെച്ചേക്കാണ്. പഴം കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് തിന്നാം. അപ്പോൾ പുട്ടുപൊടി വെച്ചിട്ട് ഞാൻ കുറച്ച് തൈരൊക്കെ വെച്ചിട്ട്, അരിപ്പൊടിയാണല്ലോ അതുകൊണ്ട് ഇച്ചിരി മുഖത്ത് വെച്ചേക്കുവാണ്. പെട്ടെന്നൊരു ടാനൊക്കെ മാറാൻ നല്ലതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കിന്ന് കുളിക്കാം. എന്തായാലും ഉണ്ണിക്കുട്ടൻ്റെ പെണ്ണ് കാണലല്ലേ. അപ്പം ഞാൻ ചെല്ലുമ്പോൾ കൊച്ചിനെ കാണാൻ നല്ല രസമുണ്ട്, ചെറുക്കൻ കൊള്ളത്തില്ലെന്ന് പറയണം. അതാണ് നമ്മുടെ ഒരു പോലെ എനിക്ക് താടിയും മീശയുണ്ട്. ഞാൻ റേസ് ചെയ്യുക ചെയ്യുന്നത്. നന്നായിട്ടുണ്ട്. ലേസർ ചെയ്യാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ റേസർ യൂസ് ചെയ്യുക. അത് മാത്രമേ എനിക്ക് പേടിയാണ്. അത് അപ്പം മുറിഞ്ഞിട്ടുണ്ട്. ചോര വരുന്നത് കാണാമോ? ചോര വരുന്നുണ്ട്. എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേന് ചെന്ന് കുളിക്കാം. പിന്നെ മുടിയിൽ ഇച്ചിരി എന്തെങ്കിലും തേച്ചിട്ട്, എണ്ണ വല്ലതും തേച്ചിട്ട് ഇന്ന് ഷാമ്പു ചെയ്യണം. കാര്യം കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ഹെയർ സ്പ്രേ ഒക്കെ അടിച്ചതല്ലേ. അപ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. അവൻ അരിപ്പൊടി തൂക്കുവാണ്. അവനെ കുളിച്ചിട്ടില്ല. അരിപ്പൊടി തൂത്ത് സുന്ദരന്റെ ദൈവമേ എന്തൊക്കെ കാണണം. അപ്പം പുട്ടുപൊടിയും കൊണ്ട് പോയിക്കുവാണ്. അപ്പം അവനും എൻ്റെ സ്കിൻ കെയർ പാത പിന്തുടരുവാണ് സുന്ദര കുട്ടപ്പനാകാൻ. അനീഷേട്ടൻ സങ്കടത്തിൽ വിരഹഗാനവും കേട്ട് കിടക്കുന്നു ഗൈസ്. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞു ഗൈസ്. അരിപ്പൊടി ഇട്ട മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നിനക്ക് പെണ്ണ് കാണലിനെ പറ്റി 2 വാക്ക്. എന്തെന്നറിയില്ല, നല്ല നാണമുണ്ട്. നാണോ? അതില്ലാത്ത കാര്യം. എനിക്കറിയില്ല, അവിടെ ചെന്ന ഫുള്ള് ഞാൻ ചിരിയായിരിക്കും മിക്കവാറും. അവരെല്ലാരും കൂടെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടല്ലോ അത് പറഞ്ഞു വിടും. ചെറുക്കനെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്ത്? നിന്റെ ഫാൻസ് ഒക്കെ പോതില്ലേ? ഫാൻസ് ഒന്നും പോതില്ല, പോകും. ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനെ പെണ്ണ് കാണാനാണ് ഗൈസ്. അപ്പൊ എല്ലാം പോച്ച്.
സദ്യ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം താഴെ എല്ലാവരും കഴിക്കുന്നു. അപ്പം നമുക്ക് ബാക്കി ഒരുങ്ങിയിട്ടും കഴിച്ചിട്ടും പോകാം. ഇപ്പം തന്നെ 2:09 ഗൈസ് ഒത്തിരിയായെന്നറിയാം. എന്തെങ്കിലും പറയണമല്ലോ, അതുകൊണ്ട് അങ്ങ് വിളിക്കുന്നത്. എല്ലാവരും കഴിക്കുവാണ്. ഇവൻ ജീവിതത്തിൽ ബെന്നിനിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബെന്നിനൊക്കെ ഇട്ട് പെണ്ണ് കാണാൻ പോവാ, വിയർക്കുവെന്ന്. അതിനെന്താ, മനുഷ്യരാണെങ്കിൽ വിയർക്കും. അച്ഛനെ പെണ്ണ്, ഉണ്ണിക്കുട്ടനെ പെണ്ണ് കാണലിനെ പറ്റി 2 വാക്ക്. അത് നമുക്ക് പോകുന്ന വഴി ഒന്നുകൂടെ ചോദിക്കാം. അമ്മയ്ക്ക് വായിത്തരുവാണ്. അപ്പൊ അനീഷിന്റെ അച്ഛന്റെ ഞാൻ ആ വീട്ടിലോട്ട് വരുമ്പോ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട്, ഞാനൊരു പെണ്ണ് മാത്രം. ഞാൻ പെട്ടുപോയി, ഒന്നും പറയാനില്ല, ഞാൻ പെട്ട്. അവരുടെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ? ഇപ്പൊ കഥകൾ, പെണ്ണുകാണലിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ രാത്രി 3 മണി ആയപ്പോഴത്തേക്ക് ഒരു വലിയ ലിസ്റ്റ് അമ്മായിപ്പം കൊണ്ട് കൊടുത്ത് കഷായം തിളപ്പിക്കാനായിട്ട്. താടിയൊക്കെ വടിച്ചു ഗൈസ്. ആരുടെ പെണ്ണ് കാണല്ലേ? ഞാൻ യോയോ ആയില്ലേ? യോയോ ആയിരുന്നു. ഉണ്ണിക്കുട്ടൻ ഒരുങ്ങി ഗൈസ്. എന്തേ നോക്കട്ടെ, ഒരുങ്ങി. ഞാനും ഒരുങ്ങി ഗായ്സ്. ഞങ്ങൾ 2 പേരും ഒരുങ്ങി ഗായ്സ്. ഈ പെണ്ണുകാണലിൽ ഏറ്റവും വിഷമം, ഞാൻ എല്ലാവരുടെയും മുഖത്ത് നോക്കിയപ്പോൾ ഭയങ്കര വിഷമമുള്ള ഒരാളുടെ മുഖം ഞാൻ ഇത് മാത്രമേ കണ്ടുള്ളൂ. ഇത്ര നേരം കാര്യമായിരുന്നു. മൂക്കളെ ഇതിലേക്കൂടാണ് ഗൈസ് കളഞ്ഞത്. അവൻ ഒരുങ്ങുവാണ് ഗൈസ്. ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, മൊത്തത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പോവാൻ കുറച്ച് ലേറ്റായി ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. വീട്ടിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം. അനീഷേട്ടനും അച്ഛനും നേരത്തെ നടന്നു, ഞാനും ഉണ്ണിക്കുട്ടനും. എന്താണ് ഉണ്ണിക്കുട്ട ഫീൽ? ടെൻഷൻ. അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങോട്ട് നടക്കാം. അച്ചാച്ചനെ ഒരുങ്ങി ഗൈസ്. അച്ഛനെ ഞാനാ ഒരുക്കിയത്. കമന്റ് ബിലോ എങ്ങനെ ഉണ്ടാകുന്നു? ഒരുക്കിയില്ലെങ്കിൽ ഞാൻ സൂപ്പറാന്നുള്ളത് നിങ്ങൾ താടി പഠിച്ചു ഗൈസ്. അച്ചാച്ചൻ കൊള്ളത്തില്ലെന്ന് പറയൂ എല്ലാവരും. ഉണ്ണിക്കുട്ടൻ്റെ ഫുൾ ഇത് ഔട്ട്ഫിറ്റ് കൊള്ളാമോന്ന്. എൻ്റെ അമ്മ ഇതുവരെ വന്നില്ല, അമ്മ വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പം എല്ലാവർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഇത് കഴിഞ്ഞിട്ടായിരിക്കും വ്ലോഗ് ഇടുന്നത്, എന്നാലും പ്രാർത്ഥിക്കുക. അതാണ്ട് എൻ്റെ അമ്മ വരുന്നുണ്ട് ഗൈസ്. അമ്മ സാരിയൊക്കെ എടുത്ത് ആണ് വരുന്നത്. സോ ഗായ്സ്, ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ പെണ്ണ് കാണലാണെന്ന്. ഞാനും പോകുന്നുണ്ട് കൂടെ. പക്ഷെ അവിടെ ഇറങ്ങാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാനും പോകുന്നുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് ബോറടിക്കാൻ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി എന്തൊക്കെ പറഞ്ഞാലും നീയും വരണമെന്ന് പറഞ്ഞാൽ അവനപ്പം ഞാനും പോകുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോവാം. അവരിപ്പോൾ വരും. അവരിപ്പോൾ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. സംഭവം എന്തായാലും ക്രിഞ്ചായിരിക്കും, നമുക്ക് നോക്കാം. യെസ്, യദുകൃഷ്ണ ഒരുങ്ങിയിരിക്കുന്നു ഗായ്സ്. എൻ്റെ തുന്തര കുട്ടപ്പൻ യദുകൃഷ്ണന്റെ പെണ്ണ് എങ്ങനെ ഉണ്ട്? എൻ്റെ പെണ്ണ് സുന്ദരിയാ, ഞാൻ അവൻ്റെ പെണ്ണ് സുന്ദരിയാണോ നോക്കിയിട്ട് തരാം. ഞാനും എടുത്തുള്ളൂ ഒക്കെ. അപ്പൊ എല്ലാം നമ്മുടെ വണ്ടി നിറഞ്ഞു ഗൈസ്. വണ്ടി നിറഞ്ഞു. ഇത് KSRTC ബസ് പോലെ ആയിരിക്കുകയാണ്. ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഓരോരുത്തർ വെച്ച് കയറി. അതുകൊണ്ട് അവരുടെ ഡിസ്കഷനിലാണ്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവര് വന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇവന്റെ വീഡിയോ എടുത്തായിരുന്നു. അത് മതി. ഇത് കാരക്കാടാണ് പെണ്ണിന്റെ വീട്. ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. പറയാൻ പറ്റുന്നതൊക്കെ പറയടാ. പെണ്ണിന്റെ പേര് ആതിര. പറയണം.
പറയട്ടെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ പെണ്ണും ചെറുക്കനും ആരൊക്കെയാ പോന്നേന്ന് പറയാം. അപ്പച്ചിയുണ്ട്, അച്ഛനുണ്ട്, എന്റെ ഫാമിലി ഉണ്ട്, ഇവന്റെ ഫാമിലി ഉണ്ട്, പിന്നെ അപ്പൂപ്പനുണ്ട്, അതായത് ജ്യോതിയമ്മയുടെ അച്ഛനുണ്ട്. അതാണ് അപ്പൂപ്പൻ, ജ്യോതി, പിന്നെന്താ, ഇത്രയും പേരേ ഉള്ളൂ ഗൈസ്. അപ്പച്ചിയും പുറകില്ല, നമുക്ക് ഇറങ്ങുമ്പോ കാണിച്ചു കൊടുക്കാം. ഇതിനെ അറിയത്തില്ലെന്നും പറയണം. അറിയിക്കും ഗൈസ്. നമ്മളെ ഏകദേശം എത്താറായി ഗൈസ്. ഇതല്ല വീട്, ഞാൻ കാണിച്ചതേ ഉള്ളൂ, വഴി കാണിച്ചതാ. ഇത് ബന്ധുക്കളുടെ വീടാണെന്ന് ഉണ്ണിക്കുട്ടൻ പറയുന്നു. ഇവിടാന്നൊക്കെ പറയുന്നു. മാമനൊക്കെ വന്ന് മാമനൊക്കെ കാണിക്കാൻ ബാക്കി എഴുന്നാണ് അച്ഛൻ. നമ്മൾ വന്നു ഗൈസ്. ടെൻഷൻ ഉണ്ടോ? ഞാനാണ് പിടിച്ച് താഴെ ഇറക്കിയത്. എന്റെ ബലത്തിലാണ് അമ്മ ഇറങ്ങിയത്. എന്റെ ബലത്തിൽ നമ്മൾ വീട്ടിൽ വന്നു ഗൈസ്. നമ്മൾ വീട്ടിൽ വന്നു ഗൈസ്. അപ്പോൾ ഗായ്സ്, നമ്മൾ വണ്ടിക്കകത്തിരിക്കുകയാണ്. ഞാനിങ്ങ് വന്നു ഇറങ്ങിപ്പോയിട്ട് എൻ്റെ ഏട്ടായിയെ കാണാൻ. ഏട്ടായിക്ക് അപ്പം ഞാൻ നോക്കുമ്പം ഇവിടെ വെള്ളമൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ പറഞ്ഞാൽ അവിടെ ഇറങ്ങാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, അത് എല്ലായിടവും നമ്മുടെ വീട്ടിൻ്റെ അവിടെ ആണെങ്കിലും വഴി കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ ഇത് കുത്തനെ ഇറക്കമായതുകൊണ്ടാണ് ഇവനെ ഇറക്കാൻ പറ്റും. പക്ഷെ തിരിച്ച് കേട്ടണമെങ്കിൽ നമ്മള് വീൽ ചെയർ പ്രശ്നമാണ് അതുകൊണ്ടാണ്. അപ്പം പക്ഷെ എല്ലാരും ഇവനെ കാണാൻ വേണ്ടി ആതിര ചേച്ചി എന്നോട് പറഞ്ഞു കയറി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവസാനം ശരിക്കും പെണ്ണുകാണൽ പോലെ ചെറുക്കൻ കാണൽ പോലെ അവരെല്ലാവരും എന്നെ കാണാൻ ചെറുക്കനെ ഞാൻ കണ്ടതാ. അല്ല, അവരെല്ലാവരും എന്നെ കാണാൻ വരുന്നു. അപ്പം നിങ്ങളുണ്ട് ഗൈസ്, കാറിനകത്തിരിക്കുന്നുണ്ട്. കണ്ടോ, ഞങ്ങളെ കാണാൻ വേണ്ടി കല്യാണ പെണ്ണ് ഇങ്ങോട്ട് വന്നു ഗൈസ്. സാധനം കൊണ്ട് നമുക്ക് ഫുഡ് കൊണ്ട് തന്നിട്ട് ചേച്ചി താഴോട്ട് പോയി. ഫുഡ് കൊണ്ട് തന്നു. യദുകൃഷ്ണ പകുതി തിന്നു. കുഞ്ഞാ, നമുക്ക് പെണ്ണ് കാണല് വേണോ? വേണ്ട. പെണ്ണ് കാണല എൻ്റെ ആവശ്യമില്ല. കാര്യം അവൻ്റെ റിലേറ്റീവ്സിനൊക്കെ എന്നെ അറിയാം, എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഇവനെ അറിയാം. അതുകൊണ്ട് പെണ്ണ് കാണലിൻ്റെ ഒരു ആവശ്യകത ഇല്ല. പക്ഷെ പെണ്ണ് കാണലുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനെ മിസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കുഞ്ചല്ല, കുഞ്ഞിനെ മിസ് ചെയ്യുവോ പെണ്ണ് കാണലില്ലാത്തോണ്ട്? സംഭവം എന്താ നമുക്ക് അറിയത്തില്ലല്ലോ അതിനെപ്പറ്റി. ആ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമുക്കില്ല. അവിടെ ചെന്നാൽ ഭയങ്കര നാണം എല്ലാവർക്കും. ഞാൻ അങ്ങോട്ട് കയറി അടുക്കളയിൽ ചെന്ന് ആതിര ചേച്ചിയോട് മിണ്ടി. നേരത്തെ പരിചയമൊക്കെ ഉണ്ട്. അതെ, നമ്മളമ്മ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അവിടെ സത്യം പറഞ്ഞൊരു കടാക നാടകമാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരു കടാക നാടകമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഇതൊക്കെ എനിക്ക് സംഭവിച്ചവിടെ. പക്ഷെ നല്ല അലുവടി. ഞങ്ങൾ അലുവ് തിന്നിട്ട് വരാം. അവര് വന്ന ഗൈസ്, അവരുടെ ഫോട്ടോ എടുക്കാൻ പോവാണ്. എല്ലാരും മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. എല്ലാരും ഫാമിലി മൊത്തം മണ്ടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ ഫോട്ടോ എടുത്ത് കൊടുക്കും. അപ്പം നമ്മൾ തിരിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ തിരിച്ചു വരുവാണ്. എല്ലാവരും വായിക്കാത്തൊക്കെ ഓരോരുത്തരുടെ എല്ലാം ഉണ്ട്. കൊണ്ട് ചുമ്മാ അഭിനയിക്കുന്നു. അവൻ്റെ വായിക്കാത്ത ലീഡ് മൊത്തം ഉണ്ടായിരുന്നു.
എല്ലാം മന്ദബുദ്ധികളെ പോലെ അവിടെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. ഇവരൊന്നും സംസാരിക്കത്തില്ല, നമുക്ക് എനിക്കറിയായിരുന്നു. എല്ലാം ഏകദേശം എല്ലാം ഏകദേശം നമ്മൾ എല്ലാം അവിടെ നിന്ന് ഇറങ്ങി സെറ്റായി. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇത് ഊമകളെ ഇതാക്കുന്ന സാധനമാണ്. എന്റെ കുഞ്ഞ് സംസാരിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് എന്നോട് എന്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ചായക്കടയിൽ വന്ന് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ്. മുളക് ബജ്ജി മേടിക്കാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. മുളക് ബജ്ജിയും ചമ്മന്തി. വളരെ നന്ദിയുണ്ട്. പരദൂഷണം രാച്ചപ്പച്ചൻ പുറകിലോട്ട് അല്ലെ പോത്തില്ലെന്ന്. രാച്ചപ്പച്ചൻ ഇല്ലെങ്കിൽ അച്ചാച്ചൻ എല്ലാവരെയും മുതലാക്കും. അതുകൊണ്ട് കണക്ക് ഇതിനകത്തിരിക്കുക. നമ്മുടെ മുളക് ബജ്ജി എത്തിയിരിക്കുകയാണ്. ചായ 2 കഴിച്ചു, എന്നിട്ടാണ് മുളക് ബജ്ജി എത്തിയെന്ന് പറയുന്നത്. അത് മറന്നുപോയി ബ്ലോഗിന്റെ. നീ എത്ര കഴിച്ചു? ഞാൻ 1 രണ്ടാമത്തെയാ. നിങ്ങൾക്ക് ഉള്ളിയുടെയും പരിപ്പയുടെയും സുഖയിലും ഒന്നും വേണ്ടേ? ഉഴുന്നുവട പറഞ്ഞു. എന്തോ പറഞ്ഞു? ഉഴുന്നുവട. ഇനി നമുക്ക് ചായ കുടിക്കാം. ചായ ഏത് നല്ലത്? ഉള്ളിയുടെക്കാണ് നല്ല മുളക് ബജ്ജി. ഉള്ളിവട ഫാൻസ് മുളക് ബജ്ജി സത്യം പറഞ്ഞാൽ അടിപൊളി. അതിനി ഉള്ളിവട ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്തിട്ട് നമ്മൾ വിലയേറിയ അഭിപ്രായം അറിയിക്കുന്നതാണ്. എന്നാ ഒരു ഉഴുന്നോടെ വെച്ചോന്നേ. അത് തന്നെ. പിന്നെ എന്റെ ഉഴുന്നോടെ പകുതി എടുത്തല്ലോ. എന്താ കുഞ്ഞാ പകുതി? മൊത്തമായില്ലേ? ഇത് പകുതി എന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തം കടിച്ചത്. പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണ് കാണാൻ വീട്ടുകാരൊക്കെ എന്തോ പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഇത് നിന്റെ സന്തോഷം. നീ അല്ലാണ്ട് അവരുടെ ഇത് പറ. അവരുടെ ഇത് അവരല്ലേ പറയണ്ടേ? നിന്നോട് അതല്ലേ ഞാനത് വോയിസ് കേൾപ്പിക്കാം. അവളെ കൊണ്ട് ഞാൻ വോയിസ് കേൾപ്പിച്ചോളാം. ഇത് അപ്പൊ ഇപ്പൊ നമ്മള് വ്ളോഗിൽ പറയണം. അടിപൊളിച്ചക്കാനാ, സൂപ്പറൊക്കെ പിന്നെ ഇഷ്ടപ്പെട്ട്. അമ്മക്കറിയില്ലേ, അമ്മ ആദ്യമായിട്ടല്ലേ കാണുന്നേ. ഇഷ്ടപ്പെട്ടു. നാടിന് മുന്നേ ഇവർ രണ്ടിനും കഥ അടച്ചിരിക്കുവായിരുന്നു. വീട്ടിലെത്താറാവുന്നു. അതിനിടയ്ക്ക് ചായ കുടിച്ചതിന്റെ വട കഴിച്ചതിന്റെ ഒക്കെ എല്ലാരും ഓരോരുത്തരെ ഇറക്കി ഓരോരുത്തരത്ത് വിട്ടു. അതെ, നമ്മൾ 2 ഫാമിലി മാത്രമേ ഉള്ളൂ. രാച്ചപ്പച്ചൻ പോയി. രാച്ചപ്പച്ചനല്ല, രാപ്പപ്പച്ചൻ പോയി. പിന്നെ അപ്പച്ചി പോയി. ഇനി അടുത്തത് ഇത് ഇത്രയും പേര്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നു. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നു. എടാ പറയടാ. എല്ലാം കഴിഞ്ഞു. എന്തോ ഇങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞു. അടിച്ചു പൊളിച്ച് ഞങ്ങൾ വന്നു. തലയിരിച്ചു വെച്ചാ ബാക്കി ഇനി വഴിയെ അപ്ഡേറ്റ് ആക്കുന്നതാണ്. അനീഷേട്ടന് ഭയങ്കര വിഷമാവും. അനീഷേട്ടന്റെ വിഷമം ഞങ്ങൾ ഇവൻ മറ്റേതാ. പക്ഷെ നാടിന് മുന്നേ ഇവർ രണ്ടിനും കഥ അടച്ചിരിക്കുവായിരുന്നു. ഇവൻ മറ്റേ ഒന്നും പറയണ്ട. അതാണ്ട് ആദ്യം വന്ന് അച്ചാച്ചന് നിറച്ച ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ടാറ്റാ.